What is up, guys? You are already watching Cinema is Life. ഇതൊരു മൂവി റിവ്യൂ ഒന്നുമല്ല. I just want to share an experience with you all, an experience of what I had to go through when I went to see Mission Impossible The Final Reckoning at a PVR INOX theatre. സംഭവം May 17 സാറ്റർഡേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 9 മണി ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 8:45 ആയപ്പോഴത്തേക്ക് ചെന്ന് മൂവി ഓൺ ടൈം 9 മണിക്ക് തന്നെ തുടങ്ങി. മൂവി തുടങ്ങി ഒരു അരമണിക്കൂറോ 40 മിനിറ്റ് ആയി കാണുമേ. വീഡിയോ ആൻഡ് ഓഡിയോ രണ്ടും സ്റ്റട്ടർ ആകാൻ തുടങ്ങി. നമ്മൾ പണ്ട് CD പ്ലെയറിൻ്റെ അകത്ത് CD സ്റ്റക്കാവുമ്പം എന്താ സംഭവിക്കുന്നത്, സെയിം സംഭവം സ്റ്റട്ടർ ആകാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട് തിയേറ്ററിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ, പാക്ഡ് തിയേറ്ററാണ്, മിഷൻ ഇമ്പോസിബിൾ ഫിലിമാണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ദ തിയേറ്റർ വാസ് പാക്ഡ്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ സോടെ വലിക്കാൻ തുടങ്ങി, കൂവാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഓപ്പറേറ്റർ ഇത് നോട്ടീസ് ചെയ്തു. പുള്ളിക്കാരൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആ സ്ക്രീനിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പുള്ളി റീസ്റ്റാർട്ട് ചെയ്ത് പടം സ്റ്റാർട്ട് മുതൽ തുടങ്ങി. പക്ഷേ പിന്നെ പുള്ളി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പടം സ്റ്റോപ്പ് ആയ സ്ഥലത്ത് പിന്നെയും കൊണ്ടുവന്ന് നിർത്തി. പിന്നെ അത് നോർമലി പ്ലേ ആകാൻ തുടങ്ങി. 10 മിനിറ്റായി 15 മിനിറ്റായി നോർമലി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും സെയിം സ്റ്റാർട്ടർ ആകാൻ തുടങ്ങി, ഓഡിയോ ആൻഡ് വീഡിയോ ബോത്ത്. അപ്പോൾ ഇത് കണ്ട് ആൾക്കാർ പിന്നെ അലക്കാൻ തുടങ്ങി. അത് പിന്നെയും പുള്ളി നോട്ടീസ് ചെയ്തതാണ് ഈ വീഡിയോ ഓപ്പറേറ്റർ. പിന്നെയും പുള്ളി സ്റ്റോപ്പ് ചെയ്ത്, പിന്നെയും പുള്ളി റീസ്റ്റാർട്ട് ചെയ്ത്, പിന്നെയും പുള്ളി അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ആ സ്റ്റോപ്പ് ആയ സ്ഥലത്ത് തന്നെ പിന്നെയും കൊണ്ടുവന്ന് പിന്നെയും പ്ലേ ചെയ്ത്. ഓക്കെ, നോർമലായിട്ട് നടക്കുന്നുണ്ട്. 10 മിനിറ്റായി 15 മിനിറ്റായി പിന്നെയും സെയിം സംഭവം സ്റ്റാർട്ടർ ആകാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം ഇതായപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ എല്ലാവരും കൂടെ അലക്കാൻ തുടങ്ങി. ചിലവരൊക്കെ എണ്ണീറ്റ് പുറത്ത് പോയി മാനേജറിനെ വല്ലതും ഇൻഫോം ചെയ്യാനായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സ്ക്രീനിങ് അങ്ങ് സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് പിന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യുമോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുമോ ഇതൊന്നും നടന്നില്ല. സ്ക്രീൻ സ്റ്റോപ്പായി, സ്ക്രീൻ അങ്ങ് ബ്ലാക്കായി. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഈ PVRൻ്റെ ഒഫീഷ്യൽസ് എല്ലാം സ്ക്രീനിൻ്റെ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടെ ആൾക്കാരെല്ലാം ഇവരെ സർക്കിൾ ചെയ്ത് എല്ലാവരും സംസാരിക്കുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് ആൾക്കാരും ഈ മാനേജേഴ്സും എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാനേജർ ഫ്രണ്ടിൽ വന്ന് എല്ലാവരോടും പറഞ്ഞ് ഈ പടത്തിൻ്റെ പ്രിൻറ്റ് ഇവർ പിന്നെയും ഇവരുടെ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ തീരുമാനിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ പിന്നെ ഇത് പ്ലേ ചെയ്യും. ഹോപ്പ്ഫുള്ളി ഇഷ്യൂ അപ്പം റിസോൾവ് ആവും. ഡൗൺലോഡ് ചെയ്യാൻ അരമണിക്കൂർ സമയമെടുക്കും. അപ്പോൾ ഇതൊരു ബ്രേക്കായി നിങ്ങൾ കരുതിയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാം, ഒരു ബ്രേക്ക് എടുക്കാം എല്ലാവർക്കും. അരമണിക്കൂർ പടത്തിന് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുമെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്തായാലും എല്ലാം ടെക്നിക്കൽ സംഭവങ്ങളല്ലേ, ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം. അരമണിക്കൂറാണെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ഇരുന്ന് ചിലവർ പുറത്ത് പോയി എല്ലാവരും ഫുഡ് കഴിക്കുവാണ്, വാഷ്റൂമിൽ പോകുന്നത്. അപ്പം ഒരു 15 മിനിറ്റായി 20 മിനിറ്റായി പിന്നെ അരമണിക്കൂറായി, സംഭവം തുടങ്ങുന്നില്ല. ആൾക്കാർ പിന്നെയും പുറത്ത് പോവുകയാണ്, ഫുഡ് മേടിക്കുവാണ്. ഫുഡ് എല്ലാവരുടെ ഓർഡർ വരുവാണ്. ബർഗർ, സാൻഡ്വിച്ച്, പോപ്കോൺ, ഫ്രഞ്ച് ഫ്രൈസ്. രാവിലെ 9 മണിയുടെ ഷോ ആണ്. ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും, എല്ലാവർക്കും വിശക്കുമായിരിക്കും. അപ്പോൾ ഇവരുടെ സെയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. തിയേറ്ററിലിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എന്തെങ്കിലും മേടിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു 40 മിനിറ്റായി 45 മിനിറ്റായി 1 മണിക്കൂറായി, പടം തുടങ്ങുന്നില്ല. അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ 1 മണിക്കൂറായി, പടം തുടങ്ങുന്നില്ല. ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും കൂടെ സ്ക്രീനിൽ നിന്ന് പുറത്തിറങ്ങി ലോബിയിൽ എല്ലാവരും കൂടെ നിൽക്കുവാണ്. എന്തുവാ നടക്കുന്നത്, എന്തുവാ സംഭവിക്കുന്നത്. ഈ ലോബിയിൽ ഇവരുടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിന് മുമ്പിൽ ആൾക്കാരെല്ലാവരും കൂടെ കൂടാൻ തുടങ്ങി. അപ്പോൾ ഈ PVRൻ്റെ മാനേജർ പുള്ളിക്കാരൻ വന്നിട്ട് പിന്നെയും പറയുവാണ് പടം ഡൗൺലോഡ് ആവുകയാണ്, 70% ആയി 75% ആയി. ഓക്കെ, പിന്നെ ഒരു എന്തുവാ പറയുന്ന ഒരു 1.25 മണിക്കൂറായി, പിന്നെ ഒരു 1.5 മണിക്കൂറായി. സംഭവം ഡൗൺലോഡ് ആകുന്നില്ലയോ എന്തുവാ അറിയത്തില്ല, പടം സ്റ്റാർട്ടാകുന്നില്ല. 9 മണിക്ക് തുടങ്ങിയ പടം 40 മിനിറ്റ് മാത്രം കണ്ട് ഓൾറെഡി എക്സ്പീരിയൻസ് റൂയിനാക്കി. 2 വട്ടം ഇടയ്ക്ക് സ്റ്റോപ്പായി, 3ാമത്തെ വട്ടം സ്റ്റോപ്പായി. ഇപ്പം പിന്നെ പടം സ്റ്റാർട്ട് ആകുന്നില്ല. 1.5 മണിക്കൂറായി, എന്തുവാ നടക്കുന്ന ഒരു പിടിയില്ല. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി ഈ PVRൻ്റെ ഒഫീഷ്യൽസിനെ സർക്കിൾ ചെയ്ത് ഇവരോട് പറയുവാണ്, നിങ്ങൾ നമുക്ക് കോമ്പൻസേഷൻ എന്താ, എന്തോരും കഴിക്കാനോ എന്തോരും കുടിക്കാനോ, കാരണം പ്രശ്നം നിങ്ങളുടെ സൈഡിൽ നിന്നാണ്. ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേർസ് ആൻ ഇഷ്യൂ, ബട്ട് യു ഹാവ് ടു കോമ്പൻസേറ്റ് അസ് ഓൾസോ. പക്ഷേ ഒന്നുമില്ല. ഇവർ പറഞ്ഞു ഇവർക്ക് മാനേജറിനെ വിളിക്കണം, ഹെഡ് ഓഫീസിൽ വിളിക്കണം, ഇത് പറ്റത്തില്ല. മാനേജറൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ആരോടും, പക്ഷേ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞ പുള്ളിക്കാരൻ ഈ ആൾക്കാരോട് പറയുന്നത് അലൗഡ് അല്ല നമുക്ക്. അൾട്ടിമേറ്റ്ലി വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഗൈസ് ഇസ് whenever there's a situation when there's general public involved versus a big corporate, the public will always be at the disadvantage. The public will always have to face the brunt of the problem. അത് ഏത് ഇഷ്യൂ ആയാലും. നമ്മൾ കുറേ ഈ സ്വിഗ്ഗി സൊമാറ്റോ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ വായിക്കുന്നുണ്ട്, എങ്ങനെ എല്ലാവരും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ ഓർഡേഴ്സിൽ. പക്ഷേങ്കിൽ അവർക്ക് കമ്പൻസേഷൻ കിട്ടുന്നത്, ഹാർഡ്ലി വി ഗെറ്റ് എനി കമ്പൻസേഷൻ ഫോർ ഓൾ ഓഫ് ദാറ്റ്. സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. ആൾക്കാർക്ക് കമ്പൻസേഷൻ ഒന്നും കിട്ടിയില്ല. ഫൈനലി ഒരു 9:40 അല്ലെ 9:45 സ്റ്റോപ്പായ മൂവി അത് റീസ്റ്റാർട്ടായി തുടങ്ങിയത് പിന്നെ ഓൾമോസ്റ്റ് ഒരു 11:30 അല്ലെ 11:40 അപ്പോൾ നോർത്ത് നോക്കിയ ഗൈസ്, മോർ ദാൻ 1 hour 45 minutes ഈ മൂവിയുടെ സ്ക്രീനിങ് സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് സംഭവം റീസ്റ്റാർട്ട് ആയപ്പം ഇവർ എല്ലാവരും സ്ക്രീനിൻ്റെ അകത്ത് വന്ന് സംഭവം പിന്നെയും തുടങ്ങി. ഇവർ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ആ സെയിം സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ തിയേറ്ററിനെ തളിക്കാൻ തുടങ്ങി. ഇതെന്തോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അവിടെ തുടങ്ങുന്നത്, നമുക്ക് സ്റ്റാർട്ടിംഗ് പോലും കാണണം, നമുക്ക് ഫുൾ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണ്ടേ, ഇങ്ങനെ ഇടയ്ക്കൊന്നും വല്ലതും കാണാൻ പറ്റുമോ. 40 മിനിറ്റ് കണ്ടെങ്കിലും അത് കണ്ടത് 1.5 മണിക്കൂർ മുമ്പെയാണ്. പടം സ്റ്റാർട്ടിംഗ് പോലും സ്റ്റാർട്ട് ആകണമെന്ന് ആൾക്കാരെല്ലാവരും പിന്നെയും എല്ലാവരും ഇറങ്ങി പുറത്ത് പോയി ഈ മാനേജറിനെ കണ്ട് കൺഫ്രണ്ട് ചെയ്ത് പിന്നെ ഒരു 10-15 മിനിറ്റ് ഇതിനെക്കുറിച്ച് അവർ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞ് ഫൈനലി ഇവർ പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് മൂലം തന്നെ. അപ്പോൾ നോർത്ത് നോക്കി, 9 മണിക്ക് തുടങ്ങേണ്ട പടം ഫൈനലി ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് പിന്നെയും സ്റ്റാർട്ട് ആയത് ഒരു 12, ഓൾമോസ്റ്റ് 11:50 അല്ലെ 12 മണിക്കാണ് സ്റ്റാർട്ട് ആയത്. 12:30 തീരേണ്ട പടമാണ് 12 മണിക്കാണ് സ്റ്റാർട്ട് ആകുന്നത്. നമ്മൾ ഈ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൻ്റെ അകത്താണ് ഈ പടത്തിൻ്റെ നെക്സ്റ്റ് ഷോസും ലൈൻഡപ്പാണ്. 9 o'clock കഴിഞ്ഞ് 12:30 ഷോ ഉണ്ട്, 12:30 കഴിഞ്ഞ് 3:30 ഷോ ഉണ്ട്, 3:30 കഴിഞ്ഞ് ഒരു 5:30 6 മണിയുടെ ഷോ ഉണ്ട്, അത് കഴിഞ്ഞ് രാത്രിയിലത്തെ നൈറ്റ് ഷോ ഉണ്ട്.
അപ്പം ഈ ഷോസ് എല്ലാം ലൈൻഡപ്പാണ് ഈ സെയിം സ്ക്രീനിൻ്റെ അകത്ത്. അപ്പോൾ നോർത്ത് നോക്കി. പിന്നെ എന്തായാലും നമ്മൾ സിനിമ കാണാൻ തുടങ്ങി. ഒരു അരമണിക്കൂറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഷോ 12:30 ഷോയുടെ ആൾക്കാരും സ്ക്രീനിൻ്റെ അകത്ത് കയറുന്നു. അവർ വന്ന് നോക്കുന്നത് സിനിമ പാക്ഡ് ആണ്, സിനിമ നടക്കുന്നത്. സോ ദേ ആർ തിങ്കിങ് ദാറ്റ് ദേ ആർ ലേറ്റ്. അപ്പോൾ ഇവരുടെ സീറ്റ് വന്ന് നോക്കുവാണ്, വേറെ ആളിരിക്കുവാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇത് നമ്മുടെ സീറ്റാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പിന്നെ ഇവരെ ഈ നടന്ന സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് റൂനായില്ലേ, പടം നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറേ ആൾക്കാർ ഇടയ്ക്ക് കയറി വന്നായിരുന്നു അവരുടെ ഷോ ടൈം ആണെന്ന് കരുതി. പിന്നെ അവരെ പുറത്തിറക്കി. പിന്നെ അത് കഴിഞ്ഞ് ഈ പടം 12 മണിക്ക് തുടങ്ങിയ പടം 3 മണിക്കൂറിൻ്റെ പടമാണ്, ഓൾമോസ്റ്റ് 3 മണിക്കൂറിന്. തീരുന്നത് ഒരു 2:45 3 PM ആയപ്പോഴാണ് ഇത് തീർന്നത്. അപ്പം രാവിലെ 8:45 തിയേറ്ററിൽ വന്ന് ഞാൻ ഒരു 3 മണി ആയപ്പോഴാണ് ഈ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയത്. നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂസ്. നൗ തിങ്ക് അബൌട്ട് ദ പീപ്പിൾ ഹു കെയിം ഫോർ ദ 12:30 PM ഷോ. അവരൊരു 2.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് കാണും. ഐ മീൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി പ്രോബ്ലംസ് ദാറ്റ് വി ആസ് ജനറൽ പബ്ലിക് ഫേസ്. PVR ഫേസ് ചെയ്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഒരു ഇഷ്യൂ ഇല്ല. അവർക്ക് ടിക്കറ്റിൻ്റെ കാശ് കിട്ടി, അവർക്ക് എക്സ്ട്രാ ഫുഡ് സെയിൽസ് അവർക്ക് കിട്ടി. കാരണം എല്ലാവരും അവിടെ വിശന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ കാണുമായിരുന്നു. ഒന്നൊന്നായിട്ട് ഇവരുടെ വെയിറ്റേഴ്സ് വലിയ ട്രേക്കകത്ത് ബർഗേഴ്സ്, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ്, പെപ്സി, പോപ്കോൺ ഇതെല്ലാം കൊണ്ടുവരികയാണ്. എല്ലാവരും മേടിച്ച് കഴിക്കുകയാണ്. കൊച്ചു പിള്ളേരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ രാവിലെ 9 മണിൻ്റെ ഷോയ്ക്ക് വന്നായിരിക്കും. ഇവരെല്ലാവരും മേടിച്ച് കഴിക്കും. അപ്പോൾ ഇവരുടെ സെയിൽസ് തന്നെ എത്ര കൂടി കാണും. ടിക്കറ്റ് സെയിൽസ് ഉണ്ട്, ഫുഡ് സെയിൽസ് ഉണ്ട്, ഇവർക്ക് പ്രോഫിറ്റ്. പ്രോബ്ലം ഫേസ് ചെയ്തത് നമ്മൾ ജനറൽ പബ്ലിക്. ഇത് നിങ്ങളോട് പറഞ്ഞ് എനിക്ക് പേഴ്സണലി ഒന്നും ഗെയിൻ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് മൈ വ്യൂസ് ആൻഡ് മൈ ഒപ്പീനിയൻസ് ഓൺ വാട്ട് ഹാപ്പൻഡ്. So that is what happened, guys. I just wanted to share with you all. I will be back with another video, another review. Till then, take care. Goodbye.